ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ടു ടി ബ്ലോഗ്സ് ഫ്രം മാവേലിക്കല. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട് നമ്മൾ ഒരിക്കലും ഒരു സിനിമ ജഡ്ജ്മെന്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ പല റിവ്യൂസും ബാഡ് റിവ്യൂസും ഒക്കെ കണ്ടതുകൊണ്ട് മാത്രം ഈ ഒമാറിന്റെ ഇറങ്ങിയ ഏറ്റവും അവസാനമായിട്ട് ഇറങ്ങിയ ഒരു ഫിലിമാണ് ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ ഈ ചിത്രത്തിൽ റഹ്മാനുണ്ട്, എന്തുവാ മോത്താൻ ബാബു ആന്റണി ഉണ്ട്. അങ്ങനെ ഒരുപാട് താടുന്ന സെന്തിലുണ്ട്. പിന്നെ ട്രാക്കുള്ള ഫിലിമിനകത്ത് അഭിനയിച്ച ആ വ്യക്തിയുണ്ട്. അങ്ങനെ ഒരുപാട് കാറ്റഗറി പെട്ടവരുണ്ട്. പക്ഷെ ഒമാർ ലുലുവിന്റെ ഒരു പാറ്റേൺ ആയതുകൊണ്ട് എനിക്ക് ഈ സിനിമ കാണാൻ നോക്കിയ അത് എൻ്റെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഹാപ്പി വെഡിങ്ങിന് ശേഷം അല്ലെങ്കിൽ ഹാപ്പി വെഡിങ്ങിനെക്കാട്ടും നല്ലതായിട്ട് തിയേറ്ററിൽ നല്ല രീതി കുടുംബസമേതം പോയിരുന്ന് കാണാൻ പറ്റിയ ഒരു പടമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മുൻകാല ചിത്രങ്ങളെ അപേക്ഷിച്ചുള്ള ഒരു ആൾക്കാരുടെ ഒരു എന്താ പ്രസന്റ് കാണാൻ പറ്റുമോ, കാണുന്നത് ശരിയാണോ, അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ കുറെ നെഗറ്റീവ് അടിക്കുന്നവന്മാരും അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ് ഇടുന്നവന്മാര് അമ്മമാരൊക്കെ കാണുന്ന ഇത്തരം ഒരു സിനിമ എനിക്ക് മിസ്സായിപ്പോയി. അത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമല്ല, വലിയൊരു കാര്യമൊന്നുമല്ല, വലിയൊരു എന്താ പറയാ നഷ്ടമായിരുന്നു. കാരണം ആ നഷ്ടം എന്തെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബാബു ആന്റണിയുടെ കുറച്ച് ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അത് ഒരിക്കലും തിയേറ്ററിൽ നല്ല OTT ഇറങ്ങിയതിന് ശേഷം ചിലവർക്കൊക്കെ കണ്ടു കാണുമായിരിക്കും, അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് തിയേറ്ററിൽ കണ്ടവരൊക്കെ എന്ന് പറഞ്ഞാലും ഒരുപാട് എന്താ പറയാ ഭയങ്കര ലൈക്ക് കാണുന്നു. പിന്നെ റഹ്മാന്റെ എൻട്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ ഈ ഷീലു ഇബ്രാഹിം, അല്ലെങ്കിൽ അവരെ ഇന്നേ വരെ ചെയ്ത സിനിമകളിൽ വെച്ച് നല്ലൊരു സിനിമ ഉള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത് ഈ ബാഡ് ബോയ്സ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കുവാണെങ്കിൽ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ട്. പിന്നെ കുറഞ്ഞ താരങ്ങളെ രണ്ടാം നേരം മൂന്നാം നേരം താരങ്ങളെ കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ ഒരു ഔട്ട്പുട്ട് ഒമാറിലൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, ബാബു ആന്റണിയുടെ ആ സ്റ്റണ്ട് സീൻസ് അന്യായം.